ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഓണം സെലിബ്രേഷൻ ഡേയ്സിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് മൊത്തത്തിൽ 2 ദിവസമായിരുന്നു ഓണപ്പരിപാടി. ഇപ്പോൾ ഞാൻ ഡേ 1 കോളേജിൽ ഓണം സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ സാരി കൊടുത്ത് ഞാൻ സെറ്റായി. ആദ്യം സെറ്റ് സാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ അവസാനം ലാസ്റ്റ് ഓണ പ്രോഗ്രാം അല്ലേ എന്ന് വിചാരിച്ച് സെറ്റ് സാരി തന്നെ എടുത്തു. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ താഴത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിന് താഴെ +2 കുറച്ച് പിള്ളേർ പഠിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് ഗൗരി. ആ ഗൗരിയാണിപ്പോൾ വന്നത്. ഗൗരി അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട്. ഗൗരിയാണ് എന്നെ മുടിയൊക്കെ കെട്ടി തന്നത്. മോയ്സ്ചറൈസറൊക്കെ ഇട്ട്, സൺസ്ക്രീനൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായിരുന്നപ്പോഴത്തേക്കും ഗൗരിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് വരും. ഇതാ വന്നു. ഇതാണ് ഞങ്ങളുടെ ഗൗരി ഓരോന്ന് കമ്മലൊക്കെ എനിക്ക് വെച്ച് നോക്കിയിട്ട് ചേരുവ ചേച്ചി, ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് അവൾ തന്നെ കമ്മൽ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ അതാ പ്രീതി വന്നു. പ്രീതിയുടെ സാരിയുടെ പ്ലേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുകയായിരുന്നു ഞാൻ. ഓണം വ്ലോഗ് എടുക്കാൻ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. സൈഡിലായിട്ട് പിന്നെയൊക്കെ എനിക്ക് തരുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അത് അമൃത വന്നു. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ അമൃതയുടെ ലുക്ക്? അമൃത സെറ്റ് സാരി എടുത്തില്ല. അമൃത ഡേ 2 സ്കൂളിലേക്ക് വേണ്ടി ഉടുക്കാമെന്ന് വിചാരിച്ച് ഇന്നും എടുത്തില്ല. അങ്ങനെ മുടിയെല്ലാം അവർ നല്ല സെറ്റായിട്ട് കെട്ടിത്തന്നു. ഞാൻ കെട്ടിയെങ്കിൽ അലമ്പായനെ. എന്നും കെട്ടുന്ന ഒരേ രീതിയിൽ തന്നെ ഞാൻ കെട്ടേണ്ടി വന്നു. പക്ഷെ ഗൗരി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ എല്ലാമായ നമ്മുടെ എല്ലാവരുടെയും കണ്ണാടി. അവിടെ ഓരോരുത്തർ ഒരുങ്ങുകയായിരുന്നു. സാനി എന്തോ തപ്പുകയാണ്. കാവ്യതായുടെ ഐഷാഡോ ഇടുകയാണ്. അങ്ങനെ ഞാനും പ്രീതിയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഓണം സെലിബ്രേഷനിലേക്ക് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെക്കാത്ത എൻ്റെ സ്കൂളിലെ കുറച്ച് കുട്ടികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളുമാർ ബ്ലോഗിലോട്ട് വരാൻ ശ്രമിച്ചു. ഞാൻ പിന്നെ എടുത്തില്ല. അങ്ങനെ നമ്മൾ കോളേജിൽ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അമൃത അതിനപ്പുറത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂണിയൻ ഇനാഗ്രേഷൻ കൂടെയായിരുന്നു. അപ്പോൾ പുതിയ യൂണിയൻ പിള്ളേരൊക്കെ മെമ്പേഴ്സൊക്കെ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ വിശിഷ്ടാതിയായിട്ടൊരു ഡാൻസറായിരുന്നു എത്തിയ. പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു, ദേവിക എന്നാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് പായസം തന്നു. പിന്നെ ഞാനും സാനി അമൃതയും കൂടെ ജസ്റ്റ് അപ്പുറത്തെ കണ്ണാടി ഉണ്ട്, അവിടെയൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു.
പിന്നെ ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് വന്നു. അലീനയായിരുന്നു അത്. അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിൽ അതിന് ശേഷം ഡ്രസ്സ് മാറി, ഉച്ചയ്ക്ക് ഡ്രസ്സ് മാറിയിട്ട് ചുരിദാറിട്ടു. കാരണം അവിടെ ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താണ് ഒരുപാട് പാട്ടൊക്കെ ഇട്ട് വരും. അപ്പം നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ. പിന്നെ നാളെ സെറ്റ് സാർ മാറിയിട്ട് തിരിച്ചു അപ്പോൾ ഡാൻസൊക്കെ തുടങ്ങി. നമ്മൾ മെഗാ തിരുവാതിര കളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് കളിക്കുകയാണ്. നല്ല ഭംഗിയായി അവർ കളിച്ചു. അതിനുശേഷം നമ്മളെ സ്വന്തം മിസ്സന്മാരുടെ കസേര കളിയാണ്. കസേര കളിച്ച് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ജിയാ മിസ് കസേര കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ ജിയാ മിസ്സിനായിരുന്നു ഫസ്റ്റ്. പിന്നീട് നമ്മുടെ കസേര കളി നമ്മളെല്ലാവരും പിന്നെ അക്ഷവ്യ തെളിയിട്ടു. അതിനുശേഷം നേരിയ ജോയിൻ്റെ ഒരു കസേര കളിച്ചതാ മേരി ചേച്ചി. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഹോസ്റ്റലിൽ. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ സ്കൂളിൻ്റെ ഓണം സെലിബ്രേഷന് വേണ്ടി പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇന്ന് എന്നെ സഹായിക്കാൻ നമ്മുടെ ഗൗരി എത്തിയിട്ടുണ്ട്. ഗൗരി എനിക്ക് മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇന്നലത്തെ പോലെ തന്നെ കെട്ടി. അതിന് മുന്നേ വേറൊരു സ്റ്റൈൽ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി, പക്ഷെ അത് സക്സസ്ഫുള്ളി കുളവായിപ്പോയി. പിന്നീട് ഞാൻ കമ്മലിട്ട് നോക്കുവാണ്. അതെനിക്ക് ആക്ച്വലി നമ്മുടെ ബ്ലൗസായിട്ട് ചേരുന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് വേറെ ഈ ഒരു കമ്മലിട്ട്. അതിനുശേഷം നമ്മൾ ഗൗരിക്കൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചത്. അമൃത വന്നു, അലീനെ ആൻസിയും എല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. കുറേ പ്രീതി ഞങ്ങൾക്ക് എല്ലാവർക്കും ചന്ദനമൊക്കെ ഇട്ട് തന്നായിരുന്നു. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അത്തപ്പൂവൊക്കെ ഇടുന്നത് അവളെ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് കിട്ടിയ ലെമൺ സ്പൂണിൻ്റെ ഇൻചാർജ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വന്തം കുട്ടികളാണ്. അവരെല്ലാം ലെമൺ സ്പൂൺ കളിക്കാൻ വേണ്ടി വന്നു. അപ്പുറത്ത് ബിസ്ക്കറ്റ് കടി നടക്കുകയാണ്. കുട്ടികളെല്ലാം നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയത് ഇവിടെ ചാക്കിലോട്ടം. അങ്ങനെ അവസാനം നമ്മുടെ ലെമൺ സ്പൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 19 റൗണ്ട് കണ്ട് UP ഉണ്ടായിരുന്നു. ഞാനവിടെ ഇരുന്ന് എല്ലാവരുടെയും ഓരോ റൗണ്ടിലും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരുടെ എല്ലാവരുടെയും പേര് എഴുതിയെടുത്തതേ നമ്മുടെ സ്വന്തം ശ്രീബാലയ്ക്ക് ഓടി വരുന്നുണ്ടോ. അതിനുശേഷം പായസം ഓരോ കൗണ്ടറായിട്ടാണ് സെറ്റ് ചെയ്തത്. ഓരോ കൗണ്ടറും ഓരോ ക്ലാസ്. കൗണ്ടർ നമ്പർ 1 5 അങ്ങനെ സെറ്റ് ചെയ്തു. ഓരോ കൗണ്ടറിലും നമ്മുടെ പിള്ളേർ 2 പേര് വീതം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അലീനയുടെ ക്ലാസ്സിലെ സ്വന്തം കുറച്ച് കുട്ടികൾ. അലീന പിള്ളേരുമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനും സാനി അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ക്ലാസ്സിനും 5 മിനിറ്റ് വീതം ഓരോരോ പ്രോഗ്രാംസ് ആയിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞവരിതാ യൂണിഫോമൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഇവരുടെ ഡാൻസ് വളരെ ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. 10th ബിക്കാരാണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ട് അവർ ഡാൻസ് ചെയ്തു. ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ച ഭാഗമാണ്. അതിനുശേഷം അവിടുത്തെ മിസ്സന്മാർ നമ്മളോട് പറഞ്ഞു എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാമെന്ന്. അപ്പോൾ സർപ്രൈസായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചൊരു ഡാൻസ് ഉണ്ട്. അപ്പം അവളുമാർ അതങ്ങ് പിള്ളേർക്ക് മുന്നിലോട്ടങ്ങ് കളിച്ചു. അപ്പോൾ ഭയങ്കര കൈയടിയൊക്കെ ആയിരുന്നു. പിന്നീട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു. ഓരോ പ്രോഗ്രാമിനും ജയിച്ച കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം എല്ലാവരും ആകാംക്ഷയോടെ എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്, അവസാനം പാട്ടിട്ട് ഡാൻസ് കളിക്കാം. അങ്ങനെ അവസാനം പാട്ടിട്ടു. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചു. നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം അവസാനിച്ചു. ഓക്കെ ബൈ. അടുത്ത ബ്ലോഗുമായി വീണ്ടും കാണാം. ടാറ്റാ.